ഓണസമ്മാനമായി കുരുന്നുകൾക്ക് ഒരു പാർക്ക് നൽകി മാതൃകയായിരിക്കുകയാണ് സ്കൂൾ മാനേജറായ വാക്കാട്ടിൽ സുനിൽ ബാബു. പരിയാപുരം GLP സ്കൂൾ മാനേജറായ സുനിൽ തന്റെ ഭിന്നശേഷിക്കാരിയായ ആലിയ മോളുടെ ഇഷ്ടപ്രകാരമാണ് കുട്ടികൾക്കായി കളിച്ചിരികളുടെ ആലിയാസ് ഗിഫ്റ്റ് പാർക്ക് നിർമ്മിച്ചു നൽകിയത്. ഓണമെന്നാൽ മലയാളികൾക്ക് ആഘോഷങ്ങളുടെയും സമ്മാനങ്ങളുടെയും കൂടി കാലമാണ്. എന്നാൽ ഇത്തവണ ഓണാഘോഷത്തിന് പരിയാപുരം AMLP സ്കൂളിലെ കൊച്ചുകൂട്ടുകാർക്ക് ലഭിച്ചത് ആയുസ്സിലൊരിക്കലും മറക്കാത്ത ഇരട്ടി മധുരം നൽകുന്നൊരു അപൂർവ സമ്മാനമാണ്. വിദ്യാലയമുറ്റത്ത് കളിച്ചുല്ലസിക്കുവാൻ അവർക്കായി ഒരു പുതിയ പാർക്ക് തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. സ്കൂളിലെ കുട്ടികൾക്ക് വേറിട്ടൊരു ഓണസമ്മാനം നൽകണമെന്ന ചിന്തയിൽ നിന്നാണ് സ്കൂൾ മാനേജറായ വാക്കാട്ടിൽ സുനിൽ ബാബു ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. തന്റെ മകളുടെ പേരിൽ ആലിയാസ് ഗിഫ്റ്റ് പാർക്ക് എന്ന നാമകരണം ചെയ്ത ഈ മനോഹര വിനോദ പാർക്ക് വിദ്യാലയത്തിലെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്നതായി മാറി. നമുക്ക് എന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ വിദ്യാലയങ്ങൾക്കും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. കാരണം നമുക്ക് ഇങ്ങനെ ഒരു പാർക്ക് വേണം എന്നുള്ളത്. കാരണം കുട്ടികൾക്ക് അനുസരിച്ച് ഒരു പാർക്ക് സംഘടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പാർക്ക് ഇവിടെ ഇന്ന് തുടക്കം കുറിച്ചുള്ളത്. ആ പാർക്ക് എൻ്റെ മോളുടെ പേരില് ഞാൻ അതിന് പേരിട്ടിട്ടുള്ളത്. കാരണം അതും എനിക്കൊരു ആഗ്രഹമായിരുന്നു, ഒരു പാർക്ക് തുടങ്ങുമ്പോൾ എൻ്റെ മോളുടെ പേര് ഇടണം എന്നുള്ളത്. അതും ഇന്ന് സാധിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഈ വിദ്യാഭ്യാസ മേഖല ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളെ വടിയെടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതല്ല, അത് നേരെ മറിച്ച് നമ്മളെ മക്കൾക്ക് കളിയിലൂടെ പഠിപ്പിക്കുക എന്നുള്ള ഒരു പുതിയ സംവിധാനത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ അതിനനുസരിച്ച് ഇവിടെ നല്ലൊരു പാർക്ക്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ട എല്ലാ സൗകര്യത്തോടു കൂടിയ ഒരു പാർക്ക് ഇന്നിവിടെ തുടക്കം കുറിച്ചത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഠനത്തോടൊപ്പം കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് കളിസ്ഥലങ്ങളും വിനോദങ്ങളും അനിവാര്യമാണെന്നും മാനേജ്മെന്റിന്റെ ഈ പ്രവർത്തനം മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്തിന് മാതൃകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മോളെ പേരിലാണ് ഈ പാർക്ക് ഉള്ളത്. ഇത് ഇവിടെ വരുമ്പോ തന്നെ, സ്കൂളിലേക്ക് വരുമ്പോ തന്നെ വലിയൊരു സന്തോഷം ഉണ്ടാവും. കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ഉല്ലസിക്കാനും കൂടി ഒരു സൗകര്യം ഒരുക്കിയ എന്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള മാനേജർ സുനിൽ ബാബു. ഇതിൽ ടീമുണ്ട്. ഈ സ്കൂളിന്റെ പ്രത്യേകത, ഇവിടെ മാനേജ്മെന്റ്, PTA, ടീച്ചർമാരും രക്ഷിതാക്കളും നല്ലൊരു ടീം സപ്പോർട്ട് ഇവിടെ മാനേജർക്ക് കൊടുക്കുന്നുണ്ട്. വലിയൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ പഞ്ചായത്തിൽ തന്നെ ഇത് ചെയ്തിട്ടുള്ളത്. സന്തോഷം. തങ്ങളുടെ മാനേജറോട് അധ്യാപകർ കിഡ്സ് പാർക്കിന്റെ കാര്യം പറഞ്ഞ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പണികൾ ആരംഭിച്ചതായി സ്കൂൾ ഹെഡ് മിസ്ട്രസും ഗൗരി ടീച്ചറും പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമോ ആഗ്രഹമോ ഒക്കെയാണ് ഇന്ന് സഫലമായിരിക്കുന്നത്. കുട്ടികളെല്ലാം പാർക്ക് നിർമ്മാണ സമയം തൊട്ടേ ഭയങ്കര ആവേശത്തിലാണ്. ഇന്ന് അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യം. ഒരു മങ്കട സബ് ജില്ലയിൽ തന്നെ ഇത്രയും നല്ലൊരു പാർക്ക് എവിടെ ഉണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ മാനേജറോട് തീർത്താൽ തീരാത്ത നന്ദിയും സന്തോഷവുമാണ് ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നത്. അവരുടെ മകളുടെ പേരിൽ തന്നെ ഇത്രയും നല്ലൊരു പാർക്ക് ഒരുക്കി തന്നിരിക്കുന്നു. നമ്മുടെ ഏത് ആവശ്യങ്ങളും ഏത് സന്ദർഭത്തിലും ധൈര്യസമേതം പറയാൻ പറ്റിയ ഒരു മാനേജർ നമുക്കുണ്ട്. അത് തന്നെ ഞങ്ങളുടെ അഭിമാനവും. തങ്ങളുടെ സ്കൂളിന് പാർക്ക് കിട്ടിയ സന്തോഷത്തിലാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന പിഞ്ചു കുട്ടികളും. നല്ല രസമുള്ള പാർക്കായിരുന്നു. ഞങ്ങൾക്ക് ഓണത്തിന് ഗിഫ്റ്റ് കിട്ടിയൊരു പാർക്കാണ്. ഞങ്ങൾ എന്നും സ്കൂൾക്ക് വരും. ചടങ്ങിൽ സ്കൂൾ PTA ഭാരവാഹികളടക്കം സാമൂഹിക രാഷ്ട്രീയ അധ്യാപന രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. You are watching Valluvanad News.